കോളേജ് വിദ്യാർത്ഥികളിൽ സമ്മതിദാനത്തിന്റെ മഹത്വം ഓർമ്മപ്പെടുത്തി NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. തിരുവനന്തപുരം ആനാട് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയത്. ചടങ്ങിൽ തന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലെ ഓർമ്മകളും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അദ്ദേഹം പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടൊപ്പം തന്നെ രാജ്യത്ത് സമ്മതിദാനം നിറവേറ്റുന്നതിന്റെ ആവശ്യകത കൂടി വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുകയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിങ്ങിലൂടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഏക രാജ്യമാണ് ഭാരതം. രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിനായി നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ ആവശ്യകതയും മന്ത്രി വിദ്യാർത്ഥികളെ ധരിപ്പിച്ചു. തിരുവനന്തപുരം ആനാട് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ രാജ്യം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെന്നും വി മുരളീധരൻ പറഞ്ഞു. The whole world, as I said, China is the only country which can be compared with India on the issue of population, but China doesn't have such a electoral process. So we are the only country having such a process. ഒപ്പം തന്നെ തന്റെ വിദ്യാഭ്യാസ കാലത്തെ സംഘടനാ പ്രവർത്തനവും സ്കൂൾ ജീവിതവും മന്ത്രി ഓർത്തെടുത്തു. After I completed my school days and after I completed my college days, I felt that discipline that was instilled in me, that gave me a lot of strength, that proved for me to be something good for my life. നിലവിലെ വിദ്യാഭ്യാസ രീതിയെ സമൂലമായി പരിഷ്കരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുങ്ങുന്നത്. നൈപുണ്യ വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കുമെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുമായി ഏറെ നേരം സംവദിച്ചതിനു ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.